ശ്രീ വസന്ത സുരേഖ്, മഞ്ചേശ്വരത്തെ നേരിട്ടുള്ള വെല്ലുവിളിയാണ് പ്രതിപക്ഷ നേതാവിനോട്. നട്ടലുണ്ടോ എന്നൊക്കെയാണ് കെ സുരേന്ദ്രൻ ചോദിക്കുന്നത്. അവിടെ SDPയുടെ വോട്ട് വേണ്ട എന്ന് UDF പറയുമോ മഞ്ചേശ്വരത്ത്? അല്ല, അദ്ദേഹത്തിന് നട്ടലുറപ്പ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ടാണ് 35 സീറ്റ് കിട്ടും, അങ്ങനെ കിട്ടിയാൽ ഞങ്ങൾ അധികാരം പിടിക്കും, അങ്ങനെ കിട്ടാതെ വന്നാൽ നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചോളൂ, നിങ്ങൾ എഴുതി വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പിന്നെയും നാണവും മാനവും ഇല്ലാതെ കഴിഞ്ഞ തവണ രണ്ടിടത്ത് പറന്ന് നടന്നു മത്സരിക്കുകയായിരുന്നു. ഇപ്പോൾ കറങ്ങി നടന്ന് ഒരിടത്താണ് മത്സരിക്കുന്നത്. നല്ല കാര്യം. അപ്പം അദ്ദേഹത്തിൻ്റെ നട്ടലുറപ്പൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിനറിയാം. പറന്ന് നടന്ന് മത്സരിച്ചിട്ട് ജയിക്കാത്ത ആൾ കറങ്ങി നടന്ന് അവിടെ കറങ്ങി വീഴുകയുള്ളൂ. അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതൽ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ പറ്റിയല്ല, കെ സുരേന്ദ്രന്റെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്ത് പറഞ്ഞു എന്നുള്ളതല്ല. മഞ്ചേശ്വരത്ത് പിന്തുണ വേണോ വേണ്ടയോ? നിങ്ങൾ മങ്കടയും വേങ്ങരയും ഒക്കെ അവിടെ പറയുമ്പോൾ മഞ്ചേശ്വരം കൂടി ചോദിക്കണല്ലോ. മഞ്ചേശ്വരത്ത് വേണ്ട, SDPI പിന്തുണ വേണ്ട. ക്രിസ്റ്റൽ ക്ലിയറായി ഒറ്റ വരിയിൽ ഉത്തരം പറയാം. ഒരു വർഗീയവാദിയുടെ വോട്ട്, ഒരു വർഗീയ സംഘടനയുടെ വോട്ട് UDFന് ആവശ്യമില്ല. ഞങ്ങൾക്ക് അനുകൂലമായി ബഹുജനങ്ങളുടെ വോട്ടുണ്ട്, പൊതുസമൂഹത്തിന്റെ വോട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു വർഗീയ സംഘടനകളുടെയും പിന്തുണയുടെ ആവശ്യമില്ല. നിങ്ങളുടെ വർഗീയ സംഘടന എന്ന കാറ്റഗറിയിൽ SDPI ഉണ്ടോ? സംഘടന എന്ന കാറ്റഗറിയിൽ SDPI ഉണ്ടോ? ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്. അത് ഉള്ളത് കൊണ്ടല്ല അങ്ങനെ പറഞ്ഞത്. ഉള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞത്, അല്ലേ? ഒരു വർഗീയ സംഘടനയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. രണ്ടാമത്, ഈ വസീഫിനെല്ലാം ഉത്തരം പറയാതിരിക്കാൻ പറ്റുമോ? വസീഫ് എന്താ പറഞ്ഞു? അദ്ദേഹം ഒന്നാമതായി പറഞ്ഞത് നിലപാടുകളുടെ തെളിമയാണ്. എന്നിട്ട് അദ്ദേഹം 70കളിലേക്ക് പോയി. 70കളിലേക്ക് ഒന്നും പോകേണ്ട വസീഫെ. ഇന്നലെ ഒരു ദിവസം 3 പ്രധാനപ്പെട്ട CPMന്റെ നേതാക്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ SDPI ബാന്ധവുമായി ബന്ധപ്പെട്ടത് ഞാൻ അങ്ങ് ഓർമ്മിപ്പിക്കാം. ഒന്ന്, കോമ്രേഡ് ബേബിയാണ്, നിങ്ങളുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി. അദ്ദേഹമാണല്ലോ പാർട്ടിയെ സംബന്ധിച്ച് ഒന്നാമൻ. നിങ്ങളെ പാർട്ടിയിലെ വിലയൊന്നും കൊടുക്കുന്നില്ല എങ്കിലും ഔദ്യോഗികമായും ടെക്നിക്കലിയും അദ്ദേഹം തന്നെയാണല്ലോ ഒന്നാമൻ. അദ്ദേഹം പറഞ്ഞത് SDPI ഒരു വർഗീയ സംഘടനയാണ്, സമൂഹത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കാൻ നടക്കുന്നവരാണ്, അവരുമായി യാതൊരു തരത്തിലുള്ള ബാന്ധവവും എന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പറയുകയല്ലേ. പിന്നെ എന്താ സംശയം? MA ബേബി CPM എന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നേതാവ് പറഞ്ഞു, പിന്നെന്താ പ്രശ്നം? ആര്യ അതിൻ്റെ ഉത്തരം അല്ല, ഞാനതാണ് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടപെട്ട് കഴിഞ്ഞാൽ ജനത്തിനത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഒരു മിനിറ്റ് അങ്ങൊന്ന് വഴങ്ങൂ. ഈ ചർച്ചയുടെ അര ഭാഗം ഏതാണ്ട് 1/2 മണിക്കൂർ അങ്ങ് വസീഫിന് കൊടുത്തു. ഞാൻ പറഞ്ഞു ഒന്നാമത്തെ മിനിറ്റ് അങ്ങ് ഇടപെടുകയാണ്, അത് ശരിയല്ല. അപ്പോൾ രണ്ടാമത്തെ, ഇന്നലെ ഒരാളുടെ പ്രതികരണമുണ്ട്, അത് മുഖ്യമന്ത്രിയുടേതാണ്. നിങ്ങളുടെ സൂക്കേട് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവും, അത് നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. ഏത് SDPI ബാന്ധവത്തെ പറ്റി ചോദിച്ചാൽ മാധ്യമങ്ങളോടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് കേട് എന്ന കണക്കിന്. അതായത് SDPI വോട്ട് വേണ്ട എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞില്ല, എന്നാൽ SDPI വോട്ട് വേണം എന്നൊരാൾ പറഞ്ഞു. ആരാ പറഞ്ഞത്? LDFന്റെ കൺവീനർ ഇന്നലെയാ പറഞ്ഞത്. SDPIയുടെ വോട്ട് വേണ്ട എന്ന് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞാൽ വേണം എന്ന് തന്നെ അർത്ഥം. LDFന്റെ മുൻ കൺവീനർ ജയരാജൻ ഇന്നലെ മാതൃഭൂമിക്ക് അടക്കം കൊടുത്ത ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, SDPI വോട്ട് കൂടി സ്വീകരിച്ചുകൊണ്ടായിരിക്കും ഞങ്ങൾ വിജയത്തിലേക്ക് വരിക. അപ്പോൾ ആര്യോടാണ് എൻ്റെ ചോദ്യം. വസീഫിനെ വിട്ടേക്ക്. ആര്യ പറഞ്ഞല്ലോ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി എടുത്തൊരു തീരുമാനം, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ആരുടെ വായിൽ നിന്ന് കേൾക്കണം എന്ന് ചോദിച്ചാൽ, ആ പാർട്ടിയുടെ സിസ്റ്റം അനുസരിച്ച് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞതിനെ ഒരു പുലബന്ധവും ഇല്ലാത്ത രീതിയിൽ ഖണ്ഡിക്കുന്ന 3 പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ ആ പാർട്ടി നടപടിക്ക് തയ്യാറാകുമോ? അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പറഞ്ഞു ഇതൊരു വർഗീയ സംഘടനയാണ്, വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്നവരാണ്, വർഗീയ കോമരങ്ങളാണ്, അവന്മാരുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നാൽ അതേ പാർട്ടിയുടെ മുഖ്യമന്ത്രി LDF ആയിട്ടാണല്ലോ മത്സരിക്കുന്നത്. അതേ പാർട്ടിയുടെ മുഖ്യമന്ത്രി പറയുന്നു നിങ്ങൾക്ക് എന്താ കേട്. അതേ പാർട്ടി നയിക്കുന്ന മുന്നണിയുടെ കൺവീനർ പറയുന്നു ഞങ്ങൾ ആ വോട്ട് സ്വീകരിക്കും. മുന്നണിയുടെ മുൻ കൺവീനർ പറയുന്നു ഞങ്ങൾക്ക് ആ വോട്ട് കൂടി സ്വീകരിച്ചായിരിക്കും വിജയത്തിലേക്ക് വരാൻ പറ്റുക. ജയരാജനെതിരെ, രാമകൃഷ്ണനെതിരെ, പിണറായി വിജയനെതിരെ ആ പാർട്ടി നടപടിയെടുക്കോ? 70കളിലേക്കൊന്നും പോണ്ട. ഇന്നലെ ഒരു ദിവസത്തെ പ്രധാനപ്പെട്ട 4 നേതാക്കളുടെ സ്റ്റേറ്റ്മെന്റുകളിലെ വ്യത്യാസം ഞാൻ പറഞ്ഞത്. അതായത് യാതൊരു വിലയാ പാർട്ടിയില്ല, വിലയില്ല. അല്ലല്ല, പ്രധാനപ്പെട്ട ഒരു തെറ്റിദ്ധാരണയുണ്ട്. SIR-മായി ബന്ധപ്പെട്ട് അദ്ദേഹം തെറ്റിദ്ധരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതിനുകൂടി ഉത്തരം പറയാൻ അങ്ങ് അനുവദിച്ചേ പറ്റൂ. കാര്യം അല്ലെങ്കിൽ ഇത് പൂർത്തിയാവില്ല. അദ്ദേഹം പറഞ്ഞത് SIR-നെതിരായി കോടതിയെ സമീപിച്ചത് കേരളവും തമിഴ്നാട് മാത്രമാണ്. തെറ്റാണ്. കേരളം എന്തിനാണ് സമീപിച്ചത്? SIR-നെതിരായിട്ടല്ല. SIR തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇത് മാറ്റിവെക്കണം എന്നാണ്, അത് ടെക്നിക്കൽ ആവശ്യമാണ്. എന്നാൽ ബംഗാൾ, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, RJD, DMK തമിഴ്നാട് സർക്കാർ
ഇവരെല്ലാം കോടതിയെ SIR-മായി ബന്ധപ്പെട്ട് സമീപിക്കുന്നത് ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ പവേഴ്സിന്റെ എക്സസ് യൂസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങേക്ക് ആ കോടതിയെ സമീപിച്ചതിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരാം. എന്നാൽ കേരളം സമീപിച്ചത് ഇത് ഇപ്പോൾ ഇതിന്റെ സമയം കറക്റ്റ് അല്ല, സമയം മാറ്റിവെക്കണമെന്നാണ്. അതുകൊണ്ട് SIR-നെതിരെ ഞങ്ങളാണ് പോരാടുന്നത് എന്ന കണക്കിന് പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്നവർ അപ്പാടെ വിഴുങ്ങും. ഇടവേളയുടെ സമയമായിരിക്കും, വളരെ പെട്ടെന്ന് തിരിച്ചു